ഒരു യഥാർത്ഥ മുസ്ലിമാവാൻ, ഒരു അമുസ്ലിം യഥാർത്ഥ മുസ്ലിമാവാൻ, ഒരു ബാലൻ യഥാർത്ഥ മുസ്ലിമാവാനുള്ള മാനദണ്ഡം എന്താണ്? അവൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മുസ്ലിമായി. മുഹ്യിദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധ കാഫിറുമായി. ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ഇതേതാണ് മതം? ഇതാ ഞങ്ങൾക്കറിയാത്തത്. ഇതേതാണ് മതം? ഈ മതത്തിന്റെ പേരെന്താണെന്ന് ഇവിടുത്തെ മുജാഹിദ് മൗലവിമാർ, ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം അത് വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സലഫി തന്നെ ചോദിക്കട്ടെ, ഇത് ആര് പറഞ്ഞതാ? ശാഫി ഇമാം പറഞ്ഞതാണോ ഈ മതം? അതായത് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ മുസ്ലിമാണ്, നമ്മുടെ രാജ്യത്തുള്ള ബാലേട്ടനും രാമേട്ടനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഈ ആദർശം ആര് പഠിപ്പിച്ച ആദർശമാണ്? ശാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഹംബലി ഇമാം പറഞ്ഞിട്ടുണ്ടോ? സലഫി തന്നെ ചോദിക്കട്ടെ. പറഞ്ഞുവോ? ഇമാം പറഞ്ഞുവോ? ഹംബലി ഇമാം പറഞ്ഞുവോ? മാലിക്കി ഇമാം പറഞ്ഞുവോ? അബൂ ഹനീഫ ഇമാം പറഞ്ഞുവോ? ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞുവോ? ഇമാം പറഞ്ഞുവോ? ഹംബലി ഇമാം പറഞ്ഞുവോ? മാലിക്കി ഇമാം പറഞ്ഞുവോ? അബൂ ഹനീഫ ഇമാം പറഞ്ഞുവോ? ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അബൂ ഹനീഫ ഇമാം പറഞ്ഞിട്ടില്ല, ശാഫി ഇമാം പറഞ്ഞിട്ടില്ല, ഹംബലി ഇമാം പറഞ്ഞിട്ടില്ല, മാലിക് ഇമാം പറഞ്ഞിട്ടില്ല, ബാലേട്ടൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല, രാമേട്ടൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്താ നീട്ടിങ്ങനെ ചോദിക്കുക? ഇതാ മുജാഹിദിന്റെ വിശ്വാസം. മുജാഹിദ് പഠിപ്പിക്കുന്ന ആദർശം ഇതാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നതോ ഞങ്ങൾ ശുദ്ധ തൗഹീദിന്റെ ആളുകൾ അല്ലേ? അതിനുവേണ്ടിയാണല്ലോ ഇസ്ലാമിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച ആളുകൾ. മുജാഹിദുകളല്ലാത്തവർക്കൊക്കെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. വ്യതിയാനം സംഭവിക്കാത്ത കൂട്ടരാര് മാത്രമാണ്? മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. ഇതല്ലേ ഇവിടെ വന്ന് പറഞ്ഞതിൽ മുഖ്യമായും പറഞ്ഞ ഒരു വിഷയം അതല്ലേ? അതുകൊണ്ടാ സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ച ആദർശം എന്താണ്? അവർ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താണ്? കഴിഞ്ഞോ? മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇബ്ലീസിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? വ്യഭിചാരമാണ് എന്തിനേക്കാളും. ഒരു മനുഷ്യൻ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിലേറെ ഇഷ്ടം ഏതാണ്? വ്യഭിചരിക്കലാണ് നല്ലത്. കേട്ടോളൂ നിങ്ങൾ. പുതിയ തൗഹീദിന്റെ ഭാഗമാണതൊക്കെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താണ് നമ്മൾ കേൾക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത്? സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ഇദാ സല്ലമ വലമ്മാ സല്ലമ വൻഹറഫ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ തിരിഞ്ഞിരുന്നു. വദാ എന്നിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസൈനാ. കൂട്ടമായി ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനെക്കുറിച്ചാ പറഞ്ഞത്. ഇബ്ലീസിന് ഇഷ്ടം അതിലേറെ നല്ലത് ഏതാണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ തൗഹീദ് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. ഹുസൈൻ സലഫി പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. സി എം മടവൂരിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ തൗഹീദിന്റെ മേലാളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായം ധരിച്ചു വന്ന ഇവർ മുഹയ്യിദ്ദീൻ മാല എന്ന പേരിൽ മുഹയ്യിദ്ദീൻ ഷേഖിന്റെ മദ്ഹായി ഉപയോഗിച്ച ചില പദ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇവിടെ കടന്നു വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, അവർ പഠിപ്പിച്ച ആശയം എന്താണ്? കഴിഞ്ഞോ? മുജാഹിദ് നേതാവ് പറയുന്നത് എന്താണ്? നിങ്ങൾ നിരീശ്വരവാദിയായാലും സുന്നിയാവരുത്. കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണ്. ഇതാര് പഠിപ്പിച്ച തൗഹീദാണെന്ന് മുജാഹിദുകൾ ചിന്തിക്കണം. എന്താണ് ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയട്ടെ. ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറിട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. അത്രക്ക് ഗൗരവമാണ് സുന്നി. അപ്പൊ സുന്നിയാവരുത്. നിരീശ്വരവാദിയായാലും സുന്നിയാവരുത്.
സഹോദരന്മാരെ, ഇത് ആര് പഠിപ്പിച്ച തൗഹീദാണ്? സലഫി തന്നെ ചോദിക്കട്ടെ, ഞാൻ പറയുന്നില്ല. ഇത് ഷാഫി ഇമാമ് പഠിപ്പിച്ചോ, ഹംബലി ഇമാമ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല. പുത്തനത്താണിയിൽ വന്ന് ഈ ഹുസൈൻ സലഫി ചോദിച്ച ആ ചോദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അദ്ദേഹം ചോദിക്കട്ടെ. പറഞ്ഞുവോ, ഷഫീമാമ് പറഞ്ഞുവോ, ഹംബലിമാമ് പറഞ്ഞുവോ, മാലിക്കിമാമ് പറഞ്ഞുവോ, അബൂ ഹനീഫ ഇമാമ് പറഞ്ഞുവോ, ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞുവോ, ഷഫീമാമ് പറഞ്ഞുവോ, ഹംബലിമാമ് പറഞ്ഞുവോ, മാലിക്കിമാമ് പറഞ്ഞുവോ, അബൂ ഹനീഫ ഇമാമ് പറഞ്ഞുവോ, ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുന്നിയാവുന്നതിലേറെ വലിയത് ക്രിസ്ത്യാനിയാവലാണ്, നിരീശ്വരവാദിയാവലാണ്. ഒരാളും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സുന്നിയാവരുത് എന്നാണ്. എന്നാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്ത് അറിയണം. ഇതേ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? അയാൾ അതേ നാവ് കൊണ്ട് അയാൾ പറയുന്നു, സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഹാബിയാണോ? അല്ലല്ലോ, നബി തങ്ങൾ ഒരു സുന്നിയല്ലേ ആണ്. പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങൾ എല്ലാവരും അഭിപ്രായക്കാരാണ്. അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായ മൗലവിമാരെ, മുജാഹിദുകളെ നിങ്ങൾ പഠിച്ചോളൂ. ഇതൊക്കെ അല്ലാഹു തആല ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അപ്പൊ എന്താ കാരണം? നിങ്ങൾ ഇതിന്റെ തലന്റെ ഉള്ളിൽ അയാൾ പറയണം, അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മൂപ്പർ തന്നെ പറയുന്നു, എന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു നാടൻ മനുഷ്യനാണ്, എനിക്ക് വിവരമില്ല, ഞാൻ കരിങ്കല്ല് കോറിയിൽ കരിങ്കല്ല് പണിയെടുത്തിരുന്ന മനുഷ്യനാണ്, അവിടുന്ന് വരികയാണ് ഞാൻ എന്നാ മൂപ്പർ പറയുന്നത്. ഞാൻ പറയല്ല, അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചാണ്. കേട്ടോളൂ നിങ്ങൾ, അയാളെന്നെ പറയട്ടെ. ഒന്ന് വെച്ചോളൂ. ഞാൻ എന്റെ ഭാഷ പഠിപ്പിച്ചല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആലിമ ജമിയത്തുലമിന്റെ സെക്രട്ടറി അല്ല. നിങ്ങൾ മനസ്സിലാക്കില്ല, ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. പണിയെടുക്കുന്ന കരിങ്കല്ല് കോറിയുന്ന നാടൻ മനുഷ്യൻ. കരിങ്കല്ല് കോറിയിൽ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുള്ളിൽ. സഹോദരന്മാരെ, കരിങ്കല്ല് കോറിയിൽ ജോലി ചെയ്യുമ്പോൾ ലോക മുസ്ലിമീങ്ങളെ മുസ്ലിക്കും കാഫിറുമാക്കാമെന്ന സമീപത്തോടെ നടത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു, പാടത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കുന്ന വല്ല കോഴ്സ് ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഈ നാടൻ മനുഷ്യന്മാര് ദീന് പറഞ്ഞാൽ എങ്ങനെയാവും? എന്നാ ഇയാൾ മാത്രമല്ല നാട്. ഞാനെന്ന് പറയുന്നു, AP അബ്ദുൽ ഖാദർ മുസ്ലിം മൗലവി, അയാളൊരു നാടൻ മനുഷ്യനാണ്. കേട്ടോളൂ, അത് പറയുന്നത് കേട്ടോളൂ. വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. യാതൊരു ജാടയില്ല, കലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, കോടിക്കണക്കിന് റുപ്യന്റെ കാറില്ല, ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ആരംഭ റസൂലുള്ളാഹി, നാടൻ മനുഷ്യനല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, ഈ ലോകത്തിന്റെ നേതാവ്, പരലോകത്തിന്റെ നേതാവ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ അനുയായികളാ ഞങ്ങൾ. അതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. ഇയാളൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? അതായത് സുന്നി മദ്രസയിലേക്ക്, സുന്നി പണ്ഡിതന്റെ അരികിലേക്ക് പഠിക്കാൻ പോകുന്ന സുന്നി കുട്ടികളെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നറിയോ? കഴുത്ത് ജരിച്ച് പിരിതെടുക്കണം. ഖളീർ നബി, മൂസ ഖളീർ സംഭവം നമുക്കറിയാലോ. ഖളീർ നബി ചെയ്ത ആ സംഭവം പോലെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കഴുത്ത് പിരിച്ചെടുക്കണം എന്നാണ് ഈ തീവ്രവാദി പറയുന്നത്, ഈ ഭീകരവാദി പറയുന്നത്. നിങ്ങളിത് കേൾക്കണം. ഇതേതാണ് മതമെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. ഒരു മുസ്ലിയാര്, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിദർ നബി അലൈഹിസ്സലാം കഴുത്ത് മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഏറ്റവും വലിയ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്താണ്? സുന്നി കുട്ടികളൊക്കെ, ചെറിയ എട്ടും പത്തും തിരിയാത്ത കുട്ടികളെയൊക്കെ കഴുത്ത് ഞെരിച്ചു കൊണ്ടാണ്. പറഞ്ഞു നിങ്ങൾ മുജാഹിദുകളെ, ഇതേതാണ് മതം ഞങ്ങൾക്കറിയുന്നില്ല. നിങ്ങളുടെ മതത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയണം. ഈ
തത്വശാസ്ത്രം പഠിപ്പിച്ച ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കണം. ഇത് വിശുദ്ധ ഖുർആനാണോ, ഇത് ഹദീസാണോ? എന്നിട്ട് നിങ്ങൾ പ്രവാചകന്മാർ പറയാത്തത് പ്രവാചകന്മാരുടെ മേൽ കെട്ടിവെച്ചു എന്ന് സുന്നികളെ കുറിച്ച് ആരോപണം പറയുകയല്ലേ? ഇതേതാണ് മതമെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ശബ്ദം ശ്രമിക്കുന്ന പുത്തനത്താണിയിലെ വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഇസ്ലാമാണോ അല്ലേ? വിശ്വാസികളായ ആളുകളെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ വരെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ഈ മൗലവി, ഇയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ഇയാളുടെ പ്രസ്ഥാനം അത് മതമാണോ, ഇസ്ലാമാണോ? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞ മൂപ്പര് പിന്നെ അതേ നാളുകൊണ്ട് തിരിച്ചും പറയും, സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കൊല നമ്മൾ നിർത്തണം എന്നാണ് മൂപ്പര് പറയാൻ പോകുന്നത്. കേട്ടോ, നിങ്ങൾ മൂപ്പരെ കൊണ്ടു പറയിപ്പിക്കണം. അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അവരെ അതാണ് മറ്റൊരു മനുഷ്യന്റെ പരിപാടി എന്താണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കും പറയാനുള്ളത് അവന്റെ ഈ കുട്ടികളെ കൊന്ന് ജനിച്ചു കളയണമെന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ പരിപാടിയല്ല. നിങ്ങളൊന്ന് മനുഷ്യരാവാൻ ശ്രമിക്കണം. ഇതാ ഞങ്ങൾക്കും പറയാനുള്ളത്. അത് ഇയാളെ വാക്കിന് അങ്ങനെ തിരിച്ചും മറിച്ചും പറയും. കാരണം മൂപ്പരന്നെ പറയുന്നത് എന്താ അറിയോ, അയാൾക്ക് തന്നെ അറിയാം ഞാൻ ഈ പറയുന്നത് അന്തല്ലാത്ത വിശേഷമാണ്. അയാൾ ഒരിക്കൽ പ്രസംഗിച്ചപ്പോ എനിക്ക് മറുപടി പറയാൻ അയാൾ പ്രസംഗിച്ചു ചാരിയത്ത്. അപ്പൊ അയാൾ മറുപടി പറഞ്ഞ സംഗതി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കരുതേ ജനങ്ങളെ നാം മൂപ്പർ പറയുന്നത്. ഞാൻ വെറുതെ അറിയുന്നു, ഉപരി തെളിവും പറയുന്നുണ്ട്. ഞാൻ എന്നെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കരുത് എന്ന്. കേട്ടോളൂ, ആള് പറയട്ടെ. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ ഒരാളെയും വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. ഒരാളെയും വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. ഒരാളെയും വിശ്വസിക്കരുത്. എന്തുകൊണ്ട് അതോടെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ആ കാര്യം സത്യവിശ്വാസികൾ വിളിച്ചു പറഞ്ഞു. മിക്ക പണ്ഡിതന്മാരെയും നമ്പരുത് കേട്ടോ. അത് പടത്തോന്റെ വചന അല്ല പറയാ, ഭൂരിപക്ഷം പണ്ഡിതന്മാരെ സത്യമായാണ്. പടത്തോന്റെ വചന അത്രയുണ്ട്. മിക്ക പണ്ഡിതന്മാരും നിങ്ങൾ നമ്പരുത് കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇന്ന ഞങ്ങളെ എന്നെ വിശ്വസിക്കൂല. നിന്നേന്ന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഒരാളും ഞങ്ങൾ വിശ്വസിക്കൂല. അതൊരു സംശയം വേണ്ട. ഇത് അല്ലാഹു തആല ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്നും ഞങ്ങൾ വിശ്വസിക്കരുത് എന്നാണ്. അതങ്ങനെയാണ്. അല്ലാഹു തആല അവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊന്നും കാണിച്ചാൽ, ഇതുവരെ ഇപ്പൊ ആളുകളെ മുശ്രിക്കാക്കിയത് റസൂലുള്ളാഹിനെ വിളിച്ചാലാണല്ലോ. എന്നാ ഇനി വേറൊരു പുതിയ കുഫർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ എന്താണെന്നറിയാങ്ങൾ, തല മൊട്ടയടിച്ച ആള് കാഫിറാകുന്ന പുതിയ കുഫർ. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി ഓരോ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് പറയാണ്, തല മൊട്ടയടിച്ച ആള് കാഫിറാകുന്ന പുതിയ കുഫർ. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി ഓരോ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് തല മൊട്ടയടിച്ചാൽ ആള് കുഫ്രിയത്താണ്, അതായത് ആള് കാഫിറാകുന്ന പരിപാടിയാണ്. അത് ജൂത നസാറാക്കളുടെ അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ്. ആ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. സ്ക്രീനിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിൽ അപ്പൊ കുറെ മുട്ടകൾ പ്രത്യക്ഷപ്പെടും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കേട്ടോളൂ, ആ പ്രസംഗം വെച്ചു കൊടുക്കാം. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. തല മൊട്ടടി അതിലെത്തിയാ പിന്നെ തൊപ്പിയൊക്കെ ഇട്ട് നല്ല റാറ്റ് നല്ല സൂപ്പിക്കുത്തിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. തല മുണ്ടനം ചെയ്ത് മുട്ടയടിച്ച് എന്താണ് മുട്ടകൾ ആ താടി അവിടെ ചാടുമെന്നാവോ, ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അത്രക്ക് മുട്ടയടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ മൂപ്പരെന്നെ പറയട്ടെ, സംഗതി എന്താ, ആള് വിഷയം കുത്തിരിഞ്ഞിട്ടാണ്. അത് അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. അതാ വേറെ രണ്ട് മുട്ടകൾ. അതാരാ? അത് മുജാഹിദിന്റെ സംസ്ഥാന നേതാവായ പി കെ മൂസ മൗലവി, മുഹമ്മദ് അമാനി മൗലവി സയാമി സീരത്തുകൾ എത്തിയതുപോലെ രണ്ട് മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയ രംഗാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സംഗതി എന്താ, അത് കുഫ്രിയത്താണ് എന്നാ പറയുന്നത്. പറയട്ടെ, ഞാൻ മൊട്ടടിക്കൽ കുഫ്രിയത്താ. കണ്ടോ കണ്ടോ, അത് അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. കണ്ടോ, ആളെ കാഫിറാക്കുക, അതിൽ ചുരുങ്ങിയ ഒരു പരിപാടി മുജാഹിദുകൾക്കില്ല. പിഞ്ചു പൈതങ്ങളുടെ കഴുത്ത് വരെ ഞെരിച്ചു കൊല്ലണമെന്ന് പറയുന്ന ഈ തൗഹീദ് ഇത് മുസ്ലിം സമൂഹത്തിന് വേണമോ? നാമാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് അയാളുടെ ഒരു സങ്കടം പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്താ അയാൾ പറയാ, ഒരു സുന്നി മുജാഹിദ് മൗലവി പ്രസംഗിക്കാൻ വന്നാൽ ഓനെ കല്ലെറിയും. പേരോടിന് പ്രസംഗിച്ച് വന്നാലോ കയ്യിലേറ്റിങ്ങനെ തോളിലേറ്റിങ്ങനെ കൊണ്ടുപോകും. ഓനൊക്കെ കാഫിറുകളാണ്. കേട്ടോളൂ ഇത്ര സങ്കടം. ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്നിട്ട് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും പ്രസംഗിച്ച പോലെ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിച്ചാലോ ഉസ്താദിനെ തോളിങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അള്ള പറയാ ഒരു പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. ആ കൊണ്ടുപോകുന്ന ആൾക്കാർ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. അപ്പൊ അത് അള്ള പറഞ്ഞു പോയിപ്പോ, അതാണ് രസം. അള്ള പറയാണ് അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. ഏതാത് പേരോട് മുശ്രിക്ക്. ഇനി കേട്ടോളൂ നിങ്ങൾ, അവളെ കൊണ്ടുപോകുന്ന ആൾക്കാരും മുശ്രിക്ക്.
ഇനി ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതെന്താ? അബൂജഹലാകുന്ന ഏറ്റവും വലിയ മുശ്രിക്കിന്റെ ലീഡറാകാൻ പറ്റുന്ന ആളാണ്. കേട്ടോളൂ നിങ്ങൾ. അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിയിട്ടുള്ളൂ. സലാം അലൈക്കും. അബൂജാൽ വന്ന് സലാം കൊണ്ട കാര്യം അബൂജാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലുണ്ട്, ഇത്ര കാത്തലുണ്ട്. അല്ലാതെ ഇങ്ങനെ ഇത്ര പരിചയം കാന്തപുരല്ലേ ഞാൻ അബൂജഹൽ. സലാം അലൈക്കും. ശൈഖുന കാന്തപുരല്ലേ ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡറാകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണെന്ന് പറയും. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡറാകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണെന്ന് പറയും. ലോക മുശ്രിക്കുകളുടെ നേതാവാനുള്ള യോഗ്യത നേടിയ ആളാണ് കാന്തപുരം ഉസ്താദ്. നിങ്ങൾ ചിന്തിക്കും സഹോദരന്മാർ. ഖലീൽ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. ഖലീൽ ബുഖാരി തങ്ങളെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നാൽ ലോകം നന്നാവും, കേരളം നന്നാവും. കേട്ടോളൂ നിങ്ങൾ. ആയത്ത് പറഞ്ഞു നോക്കൂ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവരകറ്റുകയും ചെയ്യും. രണ്ടുവിടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. ലോകം നന്നാവട്ടെ, കേരളം നന്നാവട്ടെ. ലോകം നന്നാവാനുള്ള ഒറ്റമൂലിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ? ഖലീൽ തങ്ങളെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നാ തങ്ങളെ കുറിച്ച് മാത്രമാണോ? അല്ല, സുന്നി പണ്ഡിതന്മാരായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ, ATEK സംസ്ഥാന എല്ലാ നേതാക്കളും സുന്നികളായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവരെ കാണുമ്പോഴൊക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയ്യീൻ എന്ന് പറയണം. കേട്ടോളൂ മുജാഹിദ് മോനിങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയ്യീൻ എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ശപിക്കപ്പെട്ട മുസ്ലിയാക്കന്മാരിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ എന്ന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയ്യീൻ. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും പേടി ഈ വർഗത്തെയാണ്. ഏറ്റവും പേടി സുന്നികളാണ്. അങ്ങനെ തന്നെയാണ്, സുന്നികളെ തന്നെയാണ് മുജാഹിദുകളെ കണ്ണിടക്കരുത്. ഞങ്ങൾക്കറിയാം ആ കാര്യം. കാരണം പ്രമാണങ്ങളുമായി തിരിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഖുർആനിന് വിരുദ്ധമായ ആദർശം, ഹദീസുകൾ പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ ആദർശം, അതാണ് രാജ്യത്തെ മുജാഹിദുകൾ ഇവിടെ വിഭാവനം ചെയ്യുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സഹോദരന്മാരെ, ഇത്രയും വലിയ മുശ്രിക്കും കാഫിറുമാവാനുള്ള കാരണം എന്താണെന്ന് അറിയോ? കഴിയില്ല. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കട്ടെ. കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ വിഗ്രഹ ആരാധകരാണ് എന്ന് മാത്രമല്ല, മമ്പുറത്തെ തങ്ങൾ വിഗ്രഹമാകുന്നു. എന്താണ് മുജാഹിദ് ചെയ്യുന്നത്? ഇവർ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ സ്വഭാവം എന്താണ്? കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. നിങ്ങൾ ഇതാണ് മുജാഹിദ് വിശ്വാസം. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. പിന്നെയോ സുന്നികൾ വിഗ്രഹ ആരാധകരുമാകുന്നു. ഈ തൗഹീദാണ് മുജാഹിദ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദാണോ? ഇത് ഖുർആൻ പഠിപ്പിച്ച തൗഹീദാണോ? ഇത് ഞങ്ങൾ പലയിടത്തും പറയാൻ തുടങ്ങുമ്പോ മുജാഹിദിന്റെ നേതാവ് ഹനീഫ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്ന് വെച്ചുകൊടുക്കാം. മമ്പുറം തങ്ങൾ ബിംബമാണെന്നോ മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മറ്റേ മുമ്പ് പറയാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നല്ല മുജാഹിദ് പറഞ്ഞ ഒന്നിങ്ങനെ പറയാം, ഒന്ന് അവിടെ പറയാം. സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഇങ്ങനെ നമ്മൾ മുശ്രിക്കും കാഫിറുമാവാനുള്ള വിഗ്രഹ ആരാധകരാണ് എന്ന് മുജാഹിദ് പറയാനുള്ള, ആരോപിക്കാനുള്ള, മുജാഹിദിന്റെ ഭാഷയിൽ നമ്മൾ മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നും പറയുന്ന ഈ അവസ്ഥ നമുക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയോ? മുജാഹിദുകൾ പറയുന്നത് അറിയോ? അവർ വിശദീകരിക്കുകയാണ്. ചിലത് തന്നെ ഇവിടെ വെച്ച് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോളൂ. അതായത് മുസ്ലിം സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടായ വ്യതിയാനം എന്താണെന്ന് ചോദിച്ചാൽ ആരാധനയായതാണ് ആകെയുള്ള തകരാറ്. അയാൾ പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ.
ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണം ഒരു വലിയ മുതലയില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ പോയ യാഥാർത്ഥ്യവും അത് തന്നെയാണ്. ആദരവ് ആരാധനയായി മാറിയതാണ്, ബഹുമാനങ്ങൾക്ക് ആരാധനയായി മാറിയതാണ്. ലോകത്തുണ്ടായ സർവ്വ കുഴപ്പങ്ങളുടെയും മാനിക്കല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ലോകത്തുണ്ടായ എല്ലാ വ്യതിയാനങ്ങളുടെയും കാതൽ ആദരവ് ആരാധനയായതാണ്. ഹുസൈൻ സലഫി തന്നെ ഇവിടെ പുത്തനത്താളിയിൽ വന്ന് പ്രസംഗിച്ചതാണ്. ശരി, എന്നാൽ നമുക്കത് നോക്കുക. നമ്മൾ സുന്നികളായ നമ്മുടെ ആദരവ് എവിടെ എപ്പോഴെങ്കിലും ആരാധനയായിട്ടുണ്ടോ ഇല്ലേ? ആരാധനയാവണമെങ്കിൽ എന്തു വേണം? പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ചു. അൽ ഇബാദത്തു അഖ്സാഹായത്തുൽ ഹുദൂഇ വതദല്ലുലി. പരമമായ വണക്കത്തിനാണ് ആരാധന ഇബാദത്ത് എന്ന് പറയുന്നത്. എപ്പോഴാണ് അത് പരമമാവുക? ഞാൻ പറയുന്നില്ല. മുജാഹിദിന്റെ മുഖപത്രമായ അൽ മഹാർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മുജാഹിദിന്റെ മറ്റൊരു പത്രമായ വിചിന്തനം വിശദീകരിക്കുന്നു. അൽ മനാറിലും വിചിന്തനത്തിലും എന്താണ് പറയുന്നത്? സലഫി ഇത് കേൾക്കുകയും ഇതിന് മറുപടി പറയുകയും ചെയ്യണം. സഹോദരന്മാരെ, മുജാഹിദുകൾ നമ്മൾ ആരാധിക്കുന്നവരാണ്, ആദരവ് ആരാധനയായി മാറുകയാണ് എന്ന് നമ്മെക്കുറിച്ച് ആരോപിച്ചത് കൊണ്ടായില്ലല്ലോ. എപ്പോഴാണ് ആരാധനയാവുക? ഞാൻ പറയുന്നില്ല. മുജാഹിദുകളുടെ അൽമദാർ വിശദീകരിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. അതായത് ഒരു വ്യക്തിക്ക് ആരാധിച്ചു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആ താഴ്മ ചെയ്യുമ്പോ അല്ലെങ്കിൽ ആ വിനയം പ്രകടിപ്പിക്കുമ്പോ ദിവ്യത്വ സങ്കല്പം ഉണ്ടാവണം. ദിവ്യത്വം ചാർത്തണം. ദിവ്യത്വം ചാർത്തുക എന്ന് പറഞ്ഞാ ദൈവമാണെന്ന് കരുതണം, ദൈവ അവതാരമാണെന്ന് കരുതണം, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് കരുതണം, ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്ന് കരുതണം. ഇതിനാണ് ദിവ്യത്വം, ദൈവീകത എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടായെങ്കിലേ അത് ആരാധനയാവൂ. അൽമനാര് പറയുന്നു. ഇതാരാണ് പറഞ്ഞതെന്നോ? ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാൻ. ഇത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം ചാർത്തണം. എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, സുന്നികളായ ഞങ്ങൾ അതിന് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാകുന്ന ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അവർ റസൂലുള്ളാഹിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, മഹാത്മാക്കളെ വിളിക്കുമ്പോ അവർക്ക് ദിവ്യത്വം ചാർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചിട്ടില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുവോ? കരുതുന്നില്ല. ദൈവ അവതാരമാണെന്ന് കരുതുന്നുവോ? ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ മുഹയ്യദ്ദീൻ ശൈഖിലോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഔലിയാക്കളിലോ പ്രവാചകന്മാരിലോ നമ്മൾ സുന്നികളാരും ചാർത്തുന്നില്ലെന്ന് മാത്രമല്ല, അപ്രകാരം ഒരു ചിന്ത പോലും അതിന് സുന്നത്തി വൽ ജമാഅത്തിന് ഉണ്ടായിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആദരവ് ആരാധനയാവുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് സലഫി പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, ഏത്? ഇവിടെ ആദരവ് ആരാധനയായി രൂപാന്തരപ്പെട്ടതുകൊണ്ടാണ് വ്യതിയാനമുണ്ടാകുന്നത്. ആ പരാമർശം ഒരുപക്ഷെ ശരിയാകാം. പക്ഷേ സുന്നികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അവർക്കാർക്കും വ്യതിയാനം സംഭവിച്ചിട്ടില്ല. ആദരവ് ആരാധനയായിട്ടില്ല. റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ അവർക്കാർക്കും ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ല. അൽമനാർ പറഞ്ഞതുപോലെ, വിചിന്തനം പ്രഖ്യാപിച്ചതുപോലെ, എഴുതിയതുപോലെ ഞങ്ങളാരും അവർ ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ, ദൈവീകതയുണ്ടെന്നോ ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആദരവ് ആരാധനയാകുന്നു എന്ന് സുന്നികളെ കുറിച്ച് പറയാൻ പറ്റില്ല. അതേ അവസരത്തിൽ ഇവിടെ മുജാഹിദുകൾ ഓതുന്ന ആയത്തുകൾ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ ഉൾപ്പെടെയുള്ള മുശ്രിക്കുകളെ കുറിച്ച് ഓതിയ ആയത്തുകൾ അവരോ
മുശ്രിക്കുകളൊക്കെ അവർ ദിവ്യത്വം ചാർത്തിക്കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ, പിന്നീടുള്ള മുശ്രിക്കുകൾ കാഫിറുകൾ ദിവ്യത്വം ചാർത്തിക്കൊണ്ടാണ് അവരുടെ ദൈവങ്ങൾക്ക് ആരാധിക്കുന്നത്. അതുകൊണ്ട് അത് ആദരവ് മാത്രമല്ല, അത് ആരാധന കൂടിയാണ്. സുന്നികളായ നമ്മൾ ആർക്കും ആരാധിക്കുന്നില്ല, ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല, ദിവ്യത്വം ചാർത്തുന്നുമില്ല. അതുകൊണ്ട് ആ കാര്യം സലഫിയും മനസ്സിലാക്കണം, അദ്ദേഹത്തെ ഇനി കൊണ്ടുവരുന്ന ആളുകളും മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഉത്തരത്താടിയിൽ അദ്ദേഹം പറഞ്ഞു സുന്നികളും ഷിയാക്കളും ഒരുപോലെയാകുന്നു. ഒരു തൂവൽ പക്ഷിയാണ്, ഒരേ വിശ്വാസക്കാരാണ്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. നിങ്ങളെന്ന് പറയുന്ന നിങ്ങളും ഷിയാക്കളെന്ന് പറയുന്ന കക്ഷികളും ഒരേ തൂവൽ പക്ഷികളായ ഒരേ വിശ്വാസക്കാരാണ്, ഒരേ തൂവൽ പക്ഷികളായ ഒരേ വിശ്വാസക്കാരാണ്. ഒരേ തൂവൽ പക്ഷിയാണ്, ഒരേ വിശ്വാസക്കാരാണ് എന്നാ പറഞ്ഞു. അതിനുള്ള കാരണം എന്താ? അതുകൂടി മൂപ്പർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് അവർക്ക് സഹായിക്കാൻ കഴിയും, അവർക്ക് ജീവിച്ചിരിക്കുന്ന നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സുന്നികളും വിശ്വസിക്കുന്നു, അതുപോലെ ഷിയാക്കളും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒരേ തൂവൽ പക്ഷിയാണ് എന്ന് പറയുന്നത്. സലഫി തന്നെ വിശദീകരിക്കുന്നു. മരിച്ചുപോയ പ്രവാചകന്മാർക്കും ഔലിയാവ് എന്ന് പറയുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ മരണശേഷവും ഭൗതിക ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകത്തെ സഹായിക്കാനും വേണമെങ്കിൽ ഉപദ്രവിക്കാനും അല്ലാഹു കഴിവ് നൽകുന്നു എന്നാണ് അക്കാര്യം സുന്നികളുടെ വിശ്വാസം. കേട്ടില്ല നിങ്ങൾ? ഇതാണ് സുന്നികളുടെ വിശ്വാസം. അതുകൊണ്ടാണ് തൂവൽ പക്ഷിയെ പോലെയാകുന്നത്. അദ്ദേഹം പറയാണ്, ഈ വിശ്വാസം സുന്നികൾക്കുള്ളത് കൊണ്ടാണ് അവർ ഷിയാക്കളെ പോലെയാണ് എന്ന് പറയുന്നത്. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ സലഫിയോട് ലളിത ബുദ്ധി ഉണ്ടെങ്കിൽ ഈ വിഡ്ഢിത്തം അയാൾ വിളമ്പുവോ? സഹോദരന്മാരെ, ഞാൻ ചോദിക്കാം, 5 വക്ത് നിസ്കാരം അത് നിർബന്ധമാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു, മുജാഹിദുകളും വിശ്വസിക്കുന്നു, അല്ലേ? അതുകൊണ്ട് സുന്നികളൊക്കെ മുജാഹിദുകളെ പോലെയാണ്, സുന്നികളും മുജാഹിദുകളും ഒരേ തൂവൽ പക്ഷിയാണ്, ഒരേ വിശ്വാസക്കാരാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്ത് വിഡ്ഢിത്തമാണ്. നോമ്പ് നിർബന്ധമാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു, മുജാഹിദുകളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, അതുകൊണ്ട് കണ്ടില്ലേ, മുജാഹിദുകളും ഷിയാക്കളും ഒരേ തൂവൽ പക്ഷിയാണ്, ഒരേ വിശ്വാസക്കാരാകുന്നു. കഥയുള്ള ആളുകളോട് പറയാൻ പറ്റുമോ? ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരതിക്കോ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി തന്റെ അൽ ഫറുഖ് ബൈനൽ ഫിറഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സഹോദരന്മാരെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. മഹാനവറുകൾ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിലാഫത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളത് സിദ്ദീഖുൽ അക്ബർ അല്ല, പിന്നെയോ അലി റളിയല്ലാഹു അൻഹു എന്ന് വിശ്വസിക്കുകയും അത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തട്ടി മാറ്റി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന് നൽകുകയും ശേഷം ഉമറുൽ ഫാറൂഖിനും പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും നൽകുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹാബികളും വഞ്ചന നടത്തിയവരാണ്, അവർ ഫാസിഖുകളാണ്, തെമ്മാടികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. സുന്നികളായ ഞങ്ങളും ഷിയാക്കളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല സഹോദരന്മാരെ. ഈ വിശ്വാസമാണ് ഷിയാക്കൾക്കുള്ളതെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ ശിഷ്യഗണങ്ങളായ സഹാബത്ത് അവര് മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഏറ്റവും ഖിലാഫത്ത് കൊണ്ട് അർഹനായിട്ടുള്ളത് സിദ്ദീഖുൽ അക്ബറാണ്, പിന്നെ ഉമറുൽ ഫാറൂഖാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. എന്നിട്ട് ഈ സുന്നികൾ ഇയാക്കളുടേത് പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാളോട് പറയേണ്ടത്? സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അത് വിഡ്ഢിത്തമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം. എന്താ?
അദ്ദേഹം കാരണം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾക്ക് ഭൗതിക ലോകത്ത് അവരുമായി ബന്ധപ്പെടാനും അവരുടെ സഹായം ലഭിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് അത്തരം ശിയാ വിശ്വാസമായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം നിങ്ങൾക്കറിയുമോ, സഹാബി വര്യന്മാരും തുറന്നുള്ള ആളുകൾക്കും അതുപോലെ ഒട്ടേറെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ ശിയാ വിശ്വാസക്കാരനാണോ? ഇബ്നു തൈമിയ്യ മുജാഹിദിന് കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ എന്നല്ലേ മുജാഹിദുകൾ പറയുന്നത്? കഴിഞ്ഞോ? ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനുമായ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥമുണ്ട് കിതാബു സാദുൽ മുഹാജിർ ഇലാ റബ്ബിഹി എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണത് ഇബ്നുൽ ഖയ്യിം. ആ ഇബ്നുൽ ഖയ്യിം അതിൽ പറയുന്നത് എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ, മരണപ്പെട്ടു പോയവർ, അവരോടുള്ള സഹവാസം കൊണ്ട് മാത്രമേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പുരോഗതിയിലെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങളിതൊന്ന് മറിച്ചു നോക്കണം. ഇത് നിങ്ങളെ നേതാവ് പതാകവാഹകരെന്ന് മുജാഹിദ് പഠിപ്പിച്ച ആളാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസം വെച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ ശിയാക്കളെ പോലെയാകൂല. പിന്നെ ശിയാക്കളെ പോലെ ആവാനുള്ള ഒരു കാരണം എന്താ? സലഫി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. മഹാത്മാക്കളുടെ മഖ്ബറ സിയാറത്ത് ചെയ്ത് അനുഗ്രഹം തേടുന്നത് സുന്നികളും ശിയാക്കളും പുണ്യകർമ്മമായി കരുതുന്നു. കേട്ടോളൂ നിങ്ങൾ, സലഫി പറയുന്നത്. ആ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾ നോക്കൂ, ഇവരും അവരും തമ്മിലുള്ള ഏറ്റവും വലിയ ഒഴിപ്പുകൾ പുണ്യാത്മാക്കളുടെ അപേക്ഷങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നത് സുന്നികളും ശിയാക്കളും മതപരമായി പുണ്യകരമായി കരുതുന്നത്. മഹാത്മാക്കളുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്ത് അനുഗ്രഹം തേടുന്നത് പുണ്യകർമ്മമായിട്ടാണ് സുന്നികളും ശിയാക്കളും കരുതുന്നത്. അതുകൊണ്ട് സുന്നികൾ ശിയാ വിശ്വാസക്കാരാകുന്നു. ഇത് പറയാൻ ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പറഞ്ഞിട്ടുള്ള സലഫി, നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം അറിയുമോ? പാരമ്പര്യം അറിയുമോ? നിങ്ങൾക്ക് മുജാഹിദുകൾ തന്നെ എഴുതിയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ലോകത്ത് അതുപോലൊരു പണ്ഡിതൻ പിന്നീട് വന്നിട്ടില്ലെന്ന് പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാമോ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാമുൽ അബൂ ഹനീഫ തങ്ങൾ ഹിജറ 150 വഫാത്തായിട്ടുള്ളവരാണ്. ആ അബൂ ഹനീഫ ഇമാമിനെ ഇമാം ഷാഫി നേരിൽ കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്ന വർഷത്തിലാണ്. ആ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയുടെ അരികിൽ മഖ്ബറയിലേക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോകുന്നു. എങ്ങനെയാണ് പോകുന്നതെന്ന് ബറക്കത്ത് ഉദ്ദേശിച്ചു പോകുന്നു. ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നു. അതേ അനുഗ്രഹം തേടിക്കൊണ്ട് പോകുന്നു. ആരാണ് പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണിത് രേഖപ്പെടുത്തുന്നത്? ഹിജറ 463 വഫാത്തായ ഹാഫിൽ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ രേഖപ്പെടുത്തുന്നു. ഷാഫി ഇമാം പറയുകയാണ്, ഇന്നി ലഅതബറതു ബി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറ ബഗ്ദാദിലാണ്. ഞാൻ ബഗ്ദാദിലാകുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ഞാൻ പോകുന്നു, അവിടെ സിയാറത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞാൻ ബറക്കത്തെടുക്കുകയും ചെയ്യുന്നു, അനുഗ്രഹം തേടുന്നു, ബറക്കത്തെടുക്കുന്നു എന്ന് മാത്രമല്ല. ഇമാം ഷാഫി പറയുകയാണ്, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. അല്ലാഹുവിനോട് ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ വെച്ച് ദുആ ചെയ്യുന്നു. അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ വെച്ച് ഞാൻ ദുആ ചെയ്യുമ്പോൾ ഫമാ തബ്ഉദു അന്നീ ഹത്താ തുഖ്ലാ, എന്റെ ആവശ്യം നിറവേറാതിരുന്നിട്ടില്ല.
അബൂ ഹനീഫ ഇമാമിന്റെ മക്ബറയിൽ ചെന്ന് ഞാൻ ബറക്കത്തെടുക്കുന്നു. എനിക്കൊരാവശ്യം നേരിട്ടാൽ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ ആവശ്യം നിറവേറുന്നു. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, നിഷേധിക്കാൻ കഴിയുമോ? മക്ബറയിൽ അനുഗ്രഹം തേടിപ്പോയാൽ, ബറക്കത്ത് തേടിപ്പോയാൽ അവൻ ഷിയാ വിശ്വാസിയാണെന്ന് ലജ്ജയില്ലാതെ പുത്തനത്താണിയിൽ വന്ന് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പറഞ്ഞു പറ്റിച്ച സലഫി, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു ഷിയാ വിശ്വാസക്കാരനാണോ? മാവല്ലോ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് ഇസ്ലാമല്ല, സലഫിയുടെ വിദണ്ഡവാദമാണ്. വഹാബിസത്തിന്റെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച ദ്രവിച്ച ആശയമാണത്. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമല്ല, നിങ്ങൾ ഓർക്കണം. ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവാണ് ഇത് പറയുന്നത്. ഞാൻ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളുടെ മഖ്ബറയിലേക്ക് പോകാറുണ്ടായിരുന്നു. സലഫിയെ നിങ്ങൾ കൊണ്ടുവരണം ഇവിടെ, എന്നിട്ട് ഇതിന് മറുപടി പറയണം. എന്തെങ്കിലും 4 സുന്നികൾ അംഗീകരിക്കാത്ത മൊഹ്യദ്ദീൻ മാലന്റെ 2 വരി പാടിയിട്ട് പുളുന്തോവർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് സുന്നികളെ ബാധിക്കുന്ന മറുപടിയാവുന്നു കരുതണ്ട. ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയണം ഇതിന്റെ മറുപടി. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ സുന്നികൾ ഷിയാക്കളെ പോലെയാണ് എന്ന ആ വാദം, ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയുമ്പോൾ, രസാവഹമായ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അത് എനിക്കും തന്നെ ഒന്ന് പറയണമെന്നുണ്ട്. അത് മൂപ്പര് പറഞ്ഞു കിട്ടിയത് വളരെ നന്നായി. തൗഹീദ് നമുക്കാർക്കുമില്ല. തൗഹീദ് ഉള്ളത് ആർക്കാണ്? മുജാഹിദുകൾക്ക് മാത്രമാണ്. ആ മുജാഹിദുകൾ തൗഹീദ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസമാണല്ലോ തൗഹീദിനുള്ള മർമ്മം. ആ അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിനുവേണ്ടി ഒരു സൂറത്ത് തന്നെ, സൂറത്തു തൗഹീദ് എന്ന പേര് ഒരു സൂറത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയൂ നബിയെ, അല്ലാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് സമാനമായി ആരുമില്ല. മറ്റൊരായത്തിൽ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന് തുല്യമായി ഒരു വസ്തുവുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ മുജാഹിദുകൾ പറയുന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, കാലുണ്ട്, ഇറങ്ങുക, നടക്കുക തുടങ്ങിയ ഒരുപാട് വിശ്വാസങ്ങൾ. സഹോദരന്മാര്, ആ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച സലഫി എന്താ ഇവിടെ നിന്ന് പറഞ്ഞതെന്നറിയോ? അദ്ദേഹം പറയുന്നത് ആ സുന്നികൾ പരിഹസിക്കുകയാണ്. നിങ്ങൾ ആ പരിഹാസം നിർത്തൂ. അദ്ദേഹം പറയുകയാണ്. കാരണം അല്ലാഹു ഇറങ്ങും, എന്തിനു റബ്ബുന, അല്ലാഹു ഇറങ്ങും, കയറും. പറയട്ടെ അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് അദ്ദേഹം പറയുന്നു. നിങ്ങളൊന്ന് കേട്ടോളൂ. ആണ് പറയുന്നത്, നമ്മോടത്തെ ആകാശത്തെ അവന് യോജിക്കുന്ന ഇറക്കി ഇറങ്ങി വരുന്നു. ഇതിനെയും പരിഹസിക്കുന്നു തുണികളെന്ന് പറയുന്ന വിഭാഗം. അവ ഇറങ്ങുന്ന അവയാണത്തെ, കയറുന്ന അവയാണത്തെ. ഞങ്ങളെ പരിഹസിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ സ്വന്തം വക ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ സ്വന്തം വക പറഞ്ഞതല്ലോ. അതാണ് അത് നിങ്ങളുടെ സ്വന്തം വകയാണ്. എന്തിനു റബ്ബുന തബാറക വ തആല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അല്ലാഹു ഇങ്ങനെ ഇറങ്ങുക, കയറുക എന്നല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്റെ വിശുദ്ധമായ ശറഹ് മുസ്ലിമിൽ, അതുപോലെ ഇമാം ബൈഹഖി തന്റെ കിതാബുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കാൻ സമയമില്ല സഹോദരന്മാരെ. ഇമാം ബൈഹഖിയുടെ കിതാബുൽ അസ്മാഇ വസ്സിഫാത്ത്, ഇമാം നവവിയുടെ ശറഹ് സഹീഹ് മുസ്ലിം രണ്ടിലും വിശദീകരിച്ചത് കാണാം. അല്ലാഹു ഇറങ്ങുക, കയറുക, അല്ലാഹു നീങ്ങുക, മാറുക, തെറ്റുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നു എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. എന്നിട്ട് മൗലവി പറയുന്നതോ ഇത് ഞങ്ങളുടെ സ്വന്തം വകയല്ലല്ലോ. സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തുന്ന വിശ്വാസം എന്താണ്? നിങ്ങൾ ഓർക്കണേ, മുജാഹിദുകളുടെ പഴയകാല ഫത്വയാണ് എന്റെ കയ്യിൽ, ഫതാവ അൽമനാർ. ഈ ഫതാവ അൽമനാറിൽ മുജാഹിദുകൾ പറയുന്നതെന്താണ്? അല്ലാഹുവിന് സൃഷ്ടികൾക്ക് തുല്യമായി ഭാഗമുണ്ട്, അതുപോലെ
അള്ളാഹുവിന് രൂപമുണ്ട്, ജഡമുണ്ട്, സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബത്തദിയാകുന്നു. ഇത് ഞങ്ങളുടെ ഫത്വയല്ല. ഹുസൈൻ സലഫി ജനിക്കുന്നതിന് മുമ്പുള്ള ഫത്വയായിരിക്കും ഒരുപക്ഷെ ഇത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അന്ന് മുജാഹിദിന്റെ വിശ്വാസം അങ്ങനെയാണ്. ഇപ്പൊ മുജാഹിദുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് സലഫി കുറച്ചല്ലേ പറഞ്ഞുള്ളൂ. ഞാനത് കുറച്ച് നന്നായി അത് വിശദീകരിച്ചു തരാം. എന്താ ഇത്? മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണ് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. ഇതിൽ പറയുന്നത് കേൾക്കൂ. അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് സലഫി പണ്ഡിതരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. അള്ളാഹുവിന് നിരാകാരൻ എന്നൊരു ഗുണവിശേഷണം അവർ അംഗീകരിക്കുന്നില്ല. നിരാകാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആകൃതി ഇല്ലാത്തവനാണ് എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ അള്ളാഹുവിന് ആകൃതിയുണ്ട്. എന്തൊക്കെയാണ് അള്ളാഹിന്റെ ആകൃതി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അള്ളാഹുക്ക് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് കണങ്കാലുമുണ്ട്. ഈ പുസ്തകം പഠിപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും ഒന്ന് നോക്കാം, ഉറപ്പുവരുത്ത, സംശയം തീർക്കാം. ഞാനിത് കയ്യിൽ കാണിച്ചു തരുകയുള്ളൂ, കയ്യിൽ തരൂല എന്ന് പറയില്ല. കാണിച്ചു തരും, കയ്യിൽ തരും, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും, സംശയം തീർത്ത് തിരിച്ചു വാങ്ങും ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങളെ പരിപാടി നോക്ക് നിങ്ങൾ. അപ്പൊ കയ്യുണ്ട്, കാലുണ്ട് എന്നാ ഇതിന് പറയുന്നത്. അതുപോലെ കണങ്കാലുമുണ്ട്. ശരി, എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, ഇത് മുജാഹിദുകൾ ഈ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ബോധനം ത്രൈമാസികയിലും ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവന് സിംഹാസനസ്ഥനാണ്, 2 കൈകളുണ്ട്, കണ്ണുണ്ട്, മുഖമുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, സക്കരിയ സലാഹി, മുജാഹിദിന്റെ നേതാവായ സക്കരിയ സലാഹി എഴുതി വിവർത്തനം ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന ഈ പുസ്തകം. ഇത് മുജാഹിദ് നേതാവ് എഴുതിയതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പരിഭാഷപ്പെടുത്തിയതുമായ പുസ്തകമാണ് കിതാബു തൗഹീദ്. ഇതിൽ പറയുന്നത് എന്താ? അള്ളാഹുവിന് 2 കൈകളുണ്ട്. അള്ളാഹുവിന് കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. അപ്പൊ 7 ആകാശം അള്ളാന്റെ വലത്തെ കയ്യില്, ഭൂമി അള്ളാന്റെ ഇടത്തെ കയ്യിലും താങ്ങി നിൽക്കുകയാണ് അള്ളാഹു എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് മുജാഹിദും ജമാഅത്തും സംയുക്തമായി അംഗീകരിക്കുന്ന പുസ്തകമാണ്. ഇനി നിങ്ങൾ നോക്ക്, സക്കരിയ സലാഹി എഴുതി തയ്യാറാക്കിയ വിവർത്തനം ചെയ്ത ഈ പുസ്തകത്തിൽ പറയുന്നതോ, ഇതിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹുവിന് 2 ശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. 2 കൈകളും അള്ളാഹുവിന്റെ. എന്നിട്ട് അദ്ദേഹം അജിക്കുറിപ്പ് എഴുതുക, അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണ്, അഥവാ അവന് ഇടത് കൈയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് 2 കൈയും ഉണ്ട്, പക്ഷെ 2 കൈയും വലതുഭാഗത്താണ്, ഇടത് കൈ ഇല്ലേ ഇല്ല. ഈ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞതോ 7 ആകാശങ്ങൾ വലതു കൈയിൽ, 7 ഭൂമികൾ അത് ഇടതു കൈയിലുള്ള. അപ്പൊ ഇടത് കൈയുണ്ട്. ഇയാൾ എഴുതി തയ്യാറാക്കിയ പുസ്തകം ഇത് പ്രസിദ്ധീകരിക്കുന്നത് 2004-ലാണ്. ഇതിൽ പറയുന്നത് അള്ളാഹുവിന് 2 കൈയും വലം കൈയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇടത്തെ കൈ ഇവര് വെട്ടിമാറ്റി വലത്തേക്ക് ഫിറ്റ് ചെയ്തു പോയി. അങ്ങനെ 2 കൈയും വലതു ഭാഗത്താണ്. മുസ്ലിമുകളുടെ വിശ്വാസം എന്താ? അള്ളാഹുവിന് കയ്യെന്നില്ല. ഇത് നിങ്ങൾ നോക്ക്, ഇത് സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? ഇടത് കൈ ഇല്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അതൊന്ന് വെച്ചോടുത്ത്. അവന്റെ 2 കൈകളും വലതാണ്. ആ 2 കൈകളിലും ഷിമാലില്ല, ഇടതില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇടത് കൈയില്ല, 2 കൈയും വലതാകുന്നു. ഈ പുസ്തകത്തിലും പറയുന്നത് അങ്ങനെ, ഒരു പ്രസംഗത്തിലും അങ്ങനെ തന്നെ പറയുന്നത്. സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾക്കറിയോ, ഈയിടെയായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാർ, അൽമനാർ 2009 ജനുവരി മാസം ഇറങ്ങിയ അൽമനാറിൽ അള്ളാഹ്ക്ക് ഇടത്തെ കൈ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതന്നെ രസം. ഇത് നമ്മൾ എല്ലായിടത്തും ഞങ്ങൾ പറയാൻ തുടങ്ങി. ആദർശ പ്രചരണ യാത്രയിലും തുറന്നുള്ള പരിപാടികളൊക്കെ സുന്നി പ്രവർത്തകന്മാർ ഇത് പറയാൻ തുടങ്ങിയപ്പോ മുജാഹിദുകൾ സഹോദരന്മാരെ ചിന്തിക്കും. മുജാഹിദിന്റെ അൽമനാർ, ആ അൽമനാറിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇടത് കൈ വീണ്ടും വന്നു. അള്ളാഹു ഇടത് ഈ 2009 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാറിൽ അള്ളാന്റെ ഇടത്തെ കൈ വീണ്ടും വരികയാണ്. അള്ളാഹ് ഇടത്തെ കൈയുണ്ട്. എങ്ങനെയുണ്ട് വിശ്വാസം? അള്ളാഹുവിന്റെ സഹോദരൻ അതാ അൽമനാർ, എന്റെ കയ്യിൽ അൽമനാറുണ്ട്. ഈ അൽമനാറിൽ അള്ളാന്റെ ഇടത്തെ കൈ വീണ്ടും വന്നു. ഏതോ ആവട്ടെ, അവർക്കിടയിൽ തന്നെ പറഞ്ഞ് വേണോ വേണ്ടേ, അള്ളാഹ്ക്ക് 2 കൈ വേണോ, അത് വലത് കൈ വെക്കണോ വെക്കണ്ടേ, ഇടത്തെ കൈ വെക്കണോ വെക്കണ്ടേ എന്നുള്ള തർക്കാണ്. അത് എങ്ങനെയാണെങ്കിൽ അവർ തീരുമാനിച്ചു കൊള്ളട്ടെ. നമ്മളെ പ്രശ്നമല്ല. അള്ളാഹിനെ കുറിച്ച് അവർ പരിചയപ്പെടുന്ന തൗഹീദും വിശ്വാസമാണ്.
എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഈ അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഇറങ്ങുമെന്ന ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. മുജാഹിദിന്റെ പുസ്തകമാണിത്. സക്കരിയ സലാം എഴുതിയ പുസ്തകം. രാത്രി 3:1 അവശേഷിച്ചാൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അനീഫ മൗലവി കായക്കൊടി പറഞ്ഞു, അത് നുണയാണ്, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്, ഇറങ്ങുക കയറിയാൽ ഞങ്ങളെപ്പറ്റി വെറുതെ പറയാണ്. അനീഫ കായക്കൊടി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. തെറ്റിദ്ധരിപ്പിക്കുക, ആ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമായി അള്ള ഇറങ്ങും എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്രമം നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാകും. ആ കേട്ട് നിങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അത് കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇറങ്ങുമെന്ന് മുജാഹിദ് പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹുസൈൻ സലഫി ഇവിടെ പ്രസംഗിച്ചതോ ഒന്നുകൂടി വെച്ചുകൊടുക്ക്. എന്തിലൂടെ ഉപരാശൈലിയിൽ അത് പറയട്ടെ എന്ന് വെച്ചുകൊടുക്കും. നമ്മോടത്തെ ആരാധനയിൽ അവന് യോജിക്കുന്ന ഇറക്കി വരുന്നു. ഇതിനെയും പരിഹസിക്കുന്നു സുന്നികളെന്ന് പറയുന്ന വിഭാഗം. അവ ഇറങ്ങുന്നവയാണത്തെ, കയറുന്നവയാണത്തെ. ഞങ്ങളെ പരിഹസിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ സ്വന്തം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറ്റേ മൂപ്പര് പറഞ്ഞതോ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. തെറ്റിദ്ധരിപ്പിക്കലായതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല, കേൾക്കുന്നത് കൊണ്ട് കേൾപ്പിക്കുന്നില്ല. മൂപ്പര് പുത്തനത്താണി വന്നിട്ടും പറഞ്ഞത് എന്താ? ഇറങ്ങി വരുന്നു. പറയൂ നിങ്ങൾ, ആരാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? സഹോദരന്മാരെ, ഇനി നിങ്ങൾ ചിന്തിക്ക്, ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. ഈ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിന് ഇടതുഭാഗം വലതുഭാഗം, അള്ളാഹുവിന് സ്ഥലം രൂപം ജഡം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് മുജാഹിദിന്റെ അൽമനാറാണ് എന്റെ കയ്യിൽ. 1952 ജനുവരി 20 ഇറങ്ങിയ അൽമനാർ. ഞാനൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ അൽമനാർ. ആ അൽമനാറിൽ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾ നൽകുന്ന ഫത്വ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വിശ്വാസിയ അള്ളാഹുവിന് ജഡമുണ്ട്, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബത്തദിയാകുന്നു. അവൻ കാഫിറാകുന്നു. മുജാഹിദുകൾ ശ്രദ്ധിക്കണം. മുജാഹിദ് മൗലവിമാര് നിങ്ങളെ ഈ സമുദായത്തെ നയിക്കുന്നത്, അനുയായികളെ നയിക്കുന്നത് എന്നോട്ടാണ്? ഹുസൂരിയത്തിലേക്കല്ലേ. ഞങ്ങൾ കാഫിറാക്കുന്നതല്ല. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറാണ് പറയുന്നത്. നിഷേധിക്കാൻ കഴിയുമോ? 1952 ഇങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിർ. പിന്നെയോ ഇപ്പൊ തൗഹീദുള്ള ആളാവണമെങ്കിൽ എന്ത് വേണം? തൗഹീദുള്ള ആളാവണമെങ്കിൽ അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, വലതുഭാഗം ഇടതുഭാഗം, അതുപോലെ ഇരിക്കുക, നിൽക്കുക, കയ്യ്, കാല്, ഇതൊക്കെ വിശ്വസിക്കണം. എന്നാണ് ഇത് തിരുത്തിയതെന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിനുള്ള തൗഹീദിലുള്ള ഈ വിശ്വാസം, ഈ മാറ്റം എന്നാണ് ഉണ്ടായത്? നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ മൂന്നാമത്തെ തീരുമാനമാണിത്. ഏത്? അള്ളാഹ് കൈയുണ്ട്, കാലുണ്ട്, ഭാഗമുണ്ട്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുന്ന ഈ പുതിയ തൗഹീദ് പഠിപ്പിക്കണമെന്ന് മാത്രമല്ല, അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണെന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം, അവരുടെ പണ്ഡിത സഭയുടെ തീരുമാനമുണ്ട്. ഇസ്ലാമിക തീരുമാനം മുജാഹിദിന്റെ പഴയകാല അൽമനാറിൽ പറഞ്ഞതോ ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാകുന്നു. ആ തൗഹീദ് വെട്ടിമാറ്റി മുജാഹിദുകൾ യോഗം കൂടി തൗഹീദ് തിരുത്തുകയാണ് എന്ന് 2001 ജൂൺ 4 ഞങ്ങൾ ചോദിക്കുന്നു. ഈ തൗഹീദ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് പൂർവികർ പഠിപ്പിച്ച തൗഹീദിന് ഘടകവിരുദ്ധമാണ്. ഇതാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദെങ്കിൽ മുജാഹിദിന്റെ ഫത്വ അൽമനാറിലെ ഫത്വയനുസരിച്ച് നിങ്ങളുടെ കാര്യം വലിയ ബേജാറാണ്. കാഫിറായ മുബത്തദിയാണ് എന്നാണ് മുജാഹിദ് നേതാക്കൾ ഫത്വ നൽകിയിട്ടുള്ളത് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ ഭീമാബദ്ധം പറ്റിയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ന് പറയാതിരിക്കുക വയ്യ. എന്നാൽ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചോ നിങ്ങൾ കേട്ടോളൂ. ഇവിടെ വന്ന് സലഫി പ്രസംഗിച്ചോ ഞാൻ കേൾപ്പിക്കാം. ലോകത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ് നമുക്കറിയാമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ലോകത്ത് സഹാബികളെല്ലാവരും അത് പഠിപ്പിച്ചവരാണ്. സഹോദരന്മാർ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ, മുജാഹിദ് മൗലവിമാര് പറയാറുള്ളത് റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാകുന്നു എന്നാണ്.
ഇത് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ മുജാഹിദ് മൗലവി സലഫ് ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഞങ്ങള് മുഹമ്മദ് നബിയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ മുഹമ്മദ് നബിയെ സാധാരണ മുഹമ്മദാണെന്ന്, സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങളെപ്പറ്റി കളവ് പറയുകയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഓല് റസൂലുള്ളാഹിന്റെ ഒരു സ്വന്തക്കാരായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. കേട്ടോളൂ, നിങ്ങൾ സലഫി പറയുന്നതെന്ന് കേൾക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹി അലാ പാദത്തിന്റെ കടവുകളാത്ത ഞങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് ആദിയാണെന്ന്, ഇത്താരിയാണെന്ന്, ചെമ്മാരിയാണെന്ന്, ഒരു സാധാരണ മഹമ്മദാരെയാണെന്ന്, ഒരു സാധാരണ മഹമ്മദാരെയാണെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് ഞങ്ങളെ പറ്റി കള്ളം പറയാനല്ലാതെ സത്യസന്ധമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? കഴിയുമല്ല സലഫി, സത്യസന്ധമായിട്ട് തന്നെ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുമല്ല സലഫി. നീട്ടി അങ്ങനെ വളർന്നു പറഞ്ഞാൽ എല്ലാ ഉമ്മത്തും അങ്ങനെ വിശ്വസിക്കുന്ന ഈ സാധു കരുതിയത്. നിങ്ങൾ നോക്ക്, ഇത് മുജാഹിദിന്റെ നേതാവ് ഡോക്ടർ എം ഉസ്മാൻ എഴുതിയ പുസ്തകമാണ്, ലേഖനമാണ്, ശബാബ് വാരികയാണ്. അതിൽ പറയുന്നത് ഞാൻ വായിക്കാം, കേട്ടോളൂ. സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം. പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം, അസാധാരണ മനുഷ്യനാവാൻ പറ്റൂല എന്നാണ് മുജാഹിദിന്റെ നേതാവ് എഴുതി വെക്കുന്നത്. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. സാധാരണ മനുഷ്യപ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും, ഇത് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിഷേധിക്കാൻ കഴിയുമോ സലഫി? സലഫിയെ താങ്ങിക്കൊണ്ടുവന്ന മുജാഹിദുകളില്ലേ? നിങ്ങൾ പിളരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എഴുതിയ ശബാബിലുള്ള ലേഖനമാണ്, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിയ ലേഖനമാണ്. സാധാരണ മനുഷ്യരായ നമുക്കുള്ള അതേ പ്രകൃതമാണത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൂ എന്ന് സഹോദരന്മാരെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് കള്ളത്തരമാണ്, ഇത് കള്ളമാണ്. സംശയമുള്ള മുജാഹിദുകളുണ്ടെങ്കിൽ കടന്നു വരണം നിങ്ങൾ, ഇത് നോക്കണം നിങ്ങൾ, ഉറപ്പുവരുത്തണം നിങ്ങൾ സഹോദരന്മാരെ. ഇത് കള്ളമല്ല, മുജാഹിദിന്റെ ശബാബ് വാരികയാണ്. ഈ വ്യക്തമായ യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിരിക്കെയാണ് മൗലവി ഇവിടെ വന്ന് പച്ചക്കള്ളം പറയുന്നത്. എന്താണ് പറഞ്ഞത്? നബി തങ്ങളെ സാധാരണ മനുഷ്യരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, സത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. കള്ളത്തരം തന്നെ നിങ്ങൾ പറയുകയല്ലേ. നീട്ടി പറഞ്ഞതുകൊണ്ട് സഹോദരന്മാരെ കളവ് സത്യമാവുകയില്ലെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞോ നിങ്ങളുടെ നേതാക്കൾ എഴുതിയത് ഞാൻ കാണിച്ചു തരട്ടെ. മുജാഹിദിന്റെ പ്രസിദ്ധീകരണമായ വിചിന്തനം ആ എഴുതി വെക്കുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതുകയാണ്. നബി തങ്ങളുടെ കേശത്തെക്കുറിച്ച്, മുടിയെക്കുറിച്ച് എഴുതുന്നത് എന്താണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് യാതൊരു സവിശേഷതയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് പ്രത്യേകതയില്ലെന്ന് വിചിന്തനം എഴുതുന്നു. അൻമുർശിദി എഴുതുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ മുടിയെക്കുറിച്ച് എഴുതുന്നത് എന്താണ്? ലോകത്ത് അക്ഷരപൂജകരായ മുസ്ലിങ്ങളും അക്ഷരപൂജയും എന്ന പേരിൽ ലേഖനം എഴുതുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? നബിയുടെ മുടി മുക്കിയ വെള്ളം രോഗശമനത്തിനു വേണ്ടി മോന്തി കുടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്കത്തിന് അറാസിന്റെ കൊള്ളി കൊണ്ടുവന്ന് പല്ല് തേക്കുന്നവർ വേറെയുമുണ്ട്. ഇവരൊക്കെ കഥയില്ലാത്തവരാണ്, അക്ഷരപൂജകരാണ്. അൽ മുർശിദാണ് ഞാൻ വായിക്കുന്നത്. നിഷേധിക്കാൻ കഴിയുമോ സഹോദരന്മാരെ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് യാതൊരു പ്രത്യേകതയുമില്ലെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, 2007 മുജാഹിദുകൾ പുറത്തിറക്കിയ വിചിന്തനം, ആ വിചിന്തനമെടുത്ത് പരതിയാൽ നമുക്ക് കാണാം. ആരംഭ
റസൂലിനെ കുറിച്ച് അവർ എഴുതുന്നത് എന്താണെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കേശത്തിന്, അതായത് മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ, കേൾക്കൂ നിങ്ങൾ, പ്രവാചക കേശത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? അവ സംഭരിച്ച് വിദൂര മുസ്ലിം നാടുകളിലെ സഹോദരന്മാർക്ക് എത്തിച്ച് പുണ്യം വാരി കൂട്ടുമായിരുന്നില്ലേ? മുജാഹിദിന്റെ മുഖപത്രമായ വിചിന്തനമാണ്, 2008 ഇറങ്ങിയ വിചിന്തനമാണ്. നിഷേധിക്കാൻ കഴിയുമോ സലഫി? ആരംഭ റസൂലിന്റെ മുടിക്ക് ഞങ്ങളുടെ നേതാവ്, ഈ ലോകത്തിന്റെ നേതാവ്, പരലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ മുടിക്ക് ഒരു പ്രത്യേകതയുമില്ല, ഒരു സവിശേഷതയുമില്ലെന്ന് ശുദ്ധ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു വിചിന്തനത്തിലും. അതുപോലെ തന്നെ ആ മുടി മുക്കിയ വെള്ളം ഊന്തി കുടിക്കുന്നത് അത് അക്ഷരപൂജകരാണ്, കഥയില്ലാത്തവരാണെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഈ എഴുതിയ നിങ്ങളാണോ പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന്, റസൂലിനെ മോശക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങളെപ്പറ്റി കളവ് പറയുകയാണെന്ന് പറയുന്ന സലഫി, ഇതൊന്ന് വായിച്ചു നോക്കണേ നിങ്ങൾ. ഇവിടെയുള്ള മുജാഹിദുകളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളെ, ഞങ്ങളുടെ നേതാവ് ആരംഭ റസൂലിന്റെ മുടിയെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേകതയുമില്ല, വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ സഹാബത്ത് അത് സൂക്ഷിച്ചു വയ്ക്കില്ലേ? സഹാബത്ത് അത് സൂക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കില്ലേ? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? നിങ്ങൾക്ക് ദീനിനെ കുറിച്ച് എന്തറിയാം? സഹാബത്തിന്റെ ചര്യയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമോ? നോക്കൂ, നിങ്ങൾ സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾ മുടി കളയുന്ന സന്ദർഭത്തിൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട മുടി കളയുകയാണ്. വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും മുടി കളഞ്ഞപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ആരംഭ റസൂലുള്ള വിളിക്കുകയാണ്. എന്നിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നതെന്താണ്? റസൂലുള്ളാഹി തങ്ങള് റസൂലുള്ളാഹിന്റെ മുടിയതാ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. എന്നിട്ട് ഫഖാല, റസൂലുള്ള പറയുന്നു, യഖ്സിംഹു ബൈനന്നാസ്, ഓ അബൂ തൽഹ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ എന്റെ മുടി വിതരണം ചെയ്യൂ. അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂലിനറിയാം എന്റെ മുടി ശറഫാക്കപ്പെട്ടതാണ്, അത് സ്വഹാബികൾക്ക് ആവശ്യമുണ്ട്. അത് ശിർക്കായിരുന്നെങ്കിൽ, കുഫറായിരുന്നെങ്കിൽ പ്രവാചകൻ അതിന് താല്പര്യം കൊടുക്കുന്നു. ആരംഭ റസൂല് പറയുന്നതെന്താണ്? യഖ്സിംഹു ബൈനന്നാസ്, ഈ മുടി ജനങ്ങൾക്കിടയിൽ നീ വിതരണം ചെയ്യൂ. അബൂ തൽഹ, സഹോദരന്മാരെ, അങ്ങനെ ആ മുടി വിതരണം ചെയ്തപ്പോൾ എന്തുണ്ടായി? സഹാബികൾ ഓരോ ആളുകളും അത് സൂക്ഷിച്ചു വെച്ചു. അൽബിലായ ബൻഹ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സന്ദർഭത്തിൽ തന്റെ മക്കളെ വിളിച്ച് വസിയത്ത് ചെയ്യുകയാണ്, മക്കളെ, ഞാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ, എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്തു കഴിഞ്ഞാൽ, ഇതാ ഈ പൊടി നിങ്ങൾ എന്റെ കഫൻ പുറകിൽ വെക്കണം. ബഹുമാനപ്പെട്ട ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, മഹാനവറുകൾ വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ടോ ആ പൊടി എന്റെ കയ്യിൽ, എന്റെ കഫൻ പുടയിൽ വെക്കണം. എന്താണ് അതിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിയുണ്ട്. ആ മുടി എന്റെ കഫൻ പുടയിൽ വെച്ചാൽ ലഅല്ലല്ലാഹ യുഖഫിഫു അന്നീ ബിബറകതിഹാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എനിക്ക് ശിക്ഷയിൽ ലഘൂകരണം നടത്തുമെന്ന പ്രത്യാശയിൽ കൊണ്ട്, അതുകൊണ്ട് ആ മുടി നിങ്ങൾ എന്റെ കഫൻ കുടയിൽ വെക്കണമെന്ന് വരെ മുആവിയ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തില്ലേ? അനസ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു വെച്ച മുടി. സഹോദരന്മാരെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അദ്ദേഹത്തിന് ശേഷം താബിഈയായ ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ആ മുടി കിട്ടുകയാണ്. എന്നിട്ടോ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മുജാഹിദുകളെ, ആരംഭ റസൂലിന്റെ തിരുദേശത്തിൽ
ഹദീസിന് പ്രത്യേകതയുണ്ട്. പഠിക്കണം നിങ്ങൾ, മനസ്സിലാക്കണം നിങ്ങൾ. നിങ്ങൾക്ക് ഹദീസ് അറിയില്ലെങ്കിൽ അത് സഹീഹ് ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിന്റെയും പരിഭാഷകളുണ്ടാകും. മൗലവിമാർ എഴുതി വെച്ചത് ഈ ഹദീസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പരിഭാഷ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. സഹീഹ് ബുഖാരിയുടെ 170 നമ്പർ ഹദീസാണ്. അതിൽ പറയുന്നത് എന്താണ്? സഹീഹ് മുസ്ലിമിന്റെ 3155 നമ്പർ ഹദീസാണ്. ഈ സഹീഹ് ബുഖാരിയിൽ താബിഈകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സിരീൻ മഹാനവറുകൾ പറയുകയാണ്, ലഅൻ തകൂന ഇൻദീ ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ആരംഭ റസൂലിന്റെ മുടികൾ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അസബ്നാഹു മിൻ ഖിബലി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ ആരംഭ റസൂലിന്റെ ഒരു മുടി എന്റെ കയ്യിലുണ്ടാവൽ ലഅൻ തകൂന ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു മുടി എനിക്ക് എന്റെ കൈവശമുണ്ടാവൽ, അത് സൂക്ഷിച്ചു വെക്കൽ ദുനിയാവും അതിലുള്ള സർവസ്വവും എനിക്ക് കിട്ടുന്നതിലേറെ അധികാര്യമാണെന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയൂ നിങ്ങൾ സഹാബത്ത് പഠിച്ച വിശ്വാസം, താബിഈകൾ ഉൾക്കൊണ്ട വിശ്വാസം ഏതാണ്? ഇത് ശറഫാക്കപ്പെട്ട കേശത്തിന് ഒരു പ്രത്യേകതയും ഇല്ലെന്നല്ല. ആ മുടിയിട്ട വെള്ളം കുടിക്കുന്നവൻ അക്ഷരപൂജകരാണെന്നല്ല. നോക്കൂ നിങ്ങൾ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചു നോക്ക്. 5896 നമ്പർ ഹദീസ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമത ബിഖദഹിൻ മിൻ മാഇൻ. എന്റെ വീട്ടുകാർ ഒരു പാത്രം വെള്ളവുമായി റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് പറഞ്ഞു വെച്ചു. എന്താണ് പ്രശ്നമെന്ന്? ഉമ്മു സലമ ബീവിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ ബീവിയുടെ കയ്യിൽ ഒരു വെള്ളിപ്പാത്രമുണ്ട്. അതിന് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഏതാനും മുടികളുണ്ട്. ഞങ്ങൾ സഹാബികൾ താബിഈകളുടെ കാലഘട്ടത്തിൽ വകാന ഇദാ അസാബൽ ഇൻസാന അയ്യുൻ ശൈഇൻ ബാസ ഇലൈഹാ ബിഖ്ലബഹു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ, കണ്ണേറി ബാധിച്ചാൽ ഒരു പാത്രം വെള്ളവുമായി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പറഞ്ഞയക്കും. എന്തിനാണ്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുടി അത് മഹദി അവറുകൾ ആ വെള്ളത്തിലിട്ടുകൊണ്ട് രോഗിക്കുകൊണ്ട് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളത്തിലിട്ടുകൊണ്ട് ആ വെള്ളത്തിലിട്ട് അവരെ ഇളക്കുകയാണ്. എന്നിട്ടോ രോഗി അത് കുടിക്കുന്നു, രോഗശമനമുണ്ടാകുന്നു. സഹാബികൾ പഠിപ്പിച്ച തൗഹീദാണ്, താബിഈകൾ നമുക്ക് പകർന്നു തന്ന തൗഹീദാണ്. സഹീഹുൽ ബുഖാരിയിലെ 5896 നമ്പർ ഹദീസിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരങ്ങളെ, ഇവിടുത്തെ മൗലവി പറഞ്ഞതോ, ഇവിടുത്തെ മൗലവിമാര് മുജാഹിദ് മൗലവിമാർ എഴുതിയതോ, ആ ശറഫാക്കപ്പെട്ട മുടി നബിയുടെ കേശത്തിന് ഒരു പ്രത്യേകതയും സഹാബത്ത് കൽപ്പിച്ചിട്ടില്ല. അവരാരും അതിന് വില കൽപ്പിച്ചിട്ടില്ല, അതിന് ബറക്കത്ത് നൽകിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സൂക്ഷിച്ചു വയ്ക്കില്ലേ? വിവരമില്ലാത്ത മൗലവിമാര്, ജാഹിലുകളായ മൗലവിമാരല്ലേ എഴുതി വെച്ചിട്ടുള്ളത്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളത്, താബിഈകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിക്ക് പ്രത്യേകതയുണ്ട്. അത് മുക്കിയ വെള്ളം കുടിക്കുന്നവൻ അക്ഷരപൂജകനല്ല, അന്തംഗമ്മിയല്ല. അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫെ അംഗീകരിക്കുന്നവരാണ്. സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസമാണത്. മുജാഹിദ് പറയുന്നതോ നേരെ. എന്നിട്ട് ഇവിടെ വന്ന് മൗലവി പറയുന്നതോ ഞങ്ങളെക്കുറിച്ച് കള്ളം പറയുകയാണ്. സലഫിനങ്ങൾ വീണ്ടും കൊണ്ടുവരണം. നാദാപുരത്ത് മാത്രം പോരാം. ഇപ്പൊ നാദാപുരത്ത് പോയി ചെന്നപ്പോ വിളഞ്ഞിലൊക്കെ ഈശ്വരെ പോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് പുത്തനതാടി വെച്ചൊന്നിങ്ങനെ 4 റൗണ്ട് എന്നാൽ പോയോട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞു. മുജാഹിദിന്റെ വലിയ നേതാവ് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും സംവാദത്തിന് പോകുന്നവരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന വിവരമില്ലാത്ത മൗലവിയിലെ അക്ബർ മൗലവി, അദ്ദേഹം റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു സാധാരണ അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ
അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ മുഹമ്മദ് നബിയെ കുറിച്ച് സാധാരണക്കാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറിച്ച് കള്ളത്തരമാണ് പലരും കൂടെ ഒന്ന് പ്രസംഗിക്കാം. അക്ബർ പറയുന്നത് ഒരു സാധാരണ അറബി പയ്യനാണ്. സഹോദരന്മാരെ ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് സാധാരണ അറബി പയ്യനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന് മുമ്പും ശേഷവും ഒക്കെ സാധാരണക്കാരനല്ല. നമുക്കറിയില്ലേ, നബി തങ്ങൾ ഭൂമിലോകത്ത് പിറന്നു വീഴുമ്പോൾ തന്നെ അത്ഭുതങ്ങളാണ്, അസാധാരണ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, വളർന്നു വലുതാകുമ്പോഴും അസാധാരണത്വമുണ്ട്. കേവലം അറബി പയ്യനല്ല. സ്വീകരിക്കാൻ സമയമില്ല. മുജാഹിദിന്റെ അമാനി മൗലവി എഴുതിയ പുസ്തകമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഈ വിഡിത്തം ഇവിടെ മൗലവി പറയില്ല. കഴിഞ്ഞോ നിങ്ങൾക്കറിയാമോ, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നീ ലഅരിഫു ഹജറൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നോക്കൂ നിങ്ങൾ, 5939 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം. ഇന്നീ ലഅരിഫു ഹജറൻ ബി മക്കത്ത. റസൂലുള്ള പറയുകയാണ്, മക്കയിലുള്ള ഒരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകതയെന്ന്? കാല യുസല്ലിമു അലയ്യ. ആ കല്ല് എന്നോട് സലാം പറയാറുണ്ട്. കല്ല് എന്നോട് സലാം പറയുന്നു. എപ്പോ? ഖബല അൻ യുബ്അസ. എനിക്ക് നബിവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ, 40 വയസ്സായി നബിയാകുന്നതിന്റെ മുമ്പ് തന്നെ കല്ലുകൾ എന്നോട് സലാം പറയുന്നു. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം തന്റെ സഹീഹ് 5939 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു. പറയൂ നിങ്ങൾ, സാധാരണ അറബി പയ്യന്മാരോട് കല്ലുകൾ സലാം പറയുന്നുണ്ടോ? സാധാരണ മനുഷ്യരല്ലേ ഈ മൗലവി, ഇയാളോട് കല്ലുകൾ സലാം പറയുന്നുണ്ടോ? ഇയാൾക്ക് എവിടെന്നെങ്കിലും കല്ലേറ് കിട്ടിയിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. കല്ലുകൾ സലാം പറയുന്ന പരിപാടി സാധാരണക്കാരോടും ഇല്ലല്ലോ സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിനോട് കല്ലുകൾ വരെ സലാം പറയുന്നു. ആരംഭ റസൂലിന്റെ അരികിൽ കല്ലുകൾ വന്ന് സലാം പറയുന്നു, മരങ്ങൾ വന്ന് സലാം പറയുന്നു. അത് മാത്രമല്ല, നാക്കാലികൾ വരെ വന്ന് സലാം പറയുന്നു. ആ നാക്കാലികൾക്ക് വരെ അറിയാം ആരംഭ റസൂലുള്ള സാധാരണ മനുഷ്യരല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ നാക്കാലികളുടെ പോലും വിവരമില്ലാത്ത, നാക്കാലികൾക്കുള്ള ആ ബോധം പോലും ഇല്ലാത്ത ചില ഇരുകാലി മനുഷ്യരുണ്ട്. അവരാണ് റസൂലുള്ളാഹിനെ കുറിച്ച് കൊച്ചാക്കുന്നത്. സഹോദരന്മാര് ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മുജാഹിദിന് പറയാൻ കഴിയില്ല. സലഫിന് മനസ്സിലാക്കണം, മുജാഹിദുകൾ ഉൾക്കൊള്ളണം. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മുജാഹിദ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സലഫികളെ വന്ന് പ്രസംഗിച്ചു, ഞങ്ങളാരും മൗലിയാക്കളെ ചീത്ത പറയുന്നില്ല, പിന്നെയോ ഞങ്ങളാരും അവരെ കുറ്റം പറയുന്നില്ല, ഞങ്ങൾ ഏത് വലിയനെയാണ് ചീത്ത പറയാത്തത്. എപ്പോഴത് പറയുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിനെ കുറിച്ച്, അതുപോലെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണെന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു അദ്ദേഹം. ആ പുലിമൊയ്തി എന്ന് പറയുന്ന ആളെ കുറിച്ച്, ഇങ്ങനെ കുറെ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അരമണിക്കൂറോളം അവരെ കൊച്ചാക്കി ഇടിച്ചു താഴ്ത്താൻ വേണ്ടി പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ആ CM വലിയുള്ളാഹിക്ക് നല്ല മുഴുവട്ടാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അല്ലേ? ഇത് പറഞ്ഞ മൗലവി ചോദിക്കുക, ഞങ്ങൾ ആരെ കുറ്റം പറഞ്ഞത്? എങ്ങനെയുണ്ട്? നല്ല ഭാഷയാണ്. ഞങ്ങൾ ആരെ ചീത്ത വിളിച്ചത്? നിങ്ങൾ നോക്കണം, CM വലിയുള്ളാഹി ഉൾപ്പെടെയുള്ള ചില ഔലിയാക്കളുടെ, ഞാൻ അതുകൂടി പറയാം, 1-2 കാര്യം കൂടി പറഞ്ഞു. CM വലിയുള്ളാഹി പോലെയുള്ള ഔലിയാക്കളെ കുറിച്ച് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. അവർക്ക് ജവിദിന്റെ ഹാല് എന്ന് പറയുന്ന ചില ഹാലുണ്ട്. ഔലിയാക്കളെ കുറിച്ച് അത് പഠിക്കുന്ന ഒരു ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ് പരിവർത്തിച്ചത് കൊണ്ടായില്ല. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ എടുത്ത് വായിക്ക്, അതിൽ കാണാം ഔലിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ജവിദിന്റെ ഹാലുള്ള ആളുകളുണ്ടാകും. അവർക്ക് ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാവില്ല. അവർക്ക് ശരീഅത്തിന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകൾക്ക് ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല എന്ന് സഹോദരന്മാരെ ആർക്കാണത് അറിയാത്തത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളെ കറാമത്തുകൾ, ജറിബിന്റെ ഹാലിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അത് ചില ആളുകളൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇതല്ലേ നിങ്ങൾ ഔലിയാക്കൾ എന്ന് ചോദിച്ചതുകൊണ്ട് സഹോദരന്മാരെ കാര്യമായില്ല.
അവിടെ മുഴുഭ്രാന്തന്മാരാണ്, തലക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ആരെയാണ് ചീത്ത വിളിച്ചത്? എങ്ങനെയുണ്ട്? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആരും ചീത്ത വിളിച്ചിട്ടില്ല. ചീത്ത വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമഃ എന്ന് പറഞ്ഞത് മുഹയ്യദ്ദീൻ ശൈഖിന്റെ ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം മുഹയ്യദ്ദീൻ ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരുന്നു എന്ന് അൽമനാറിലാണ് എഴുതിയിട്ടുള്ളത്. സഹോദരന്മാരെ, അപ്പോൾ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, നന്നായി ചീത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞൊരു മാല മൗലിദുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വളരെ ദയ നൽകി ഇത്രയും സമയം നമ്മൾ നീട്ടിക്കൊണ്ടുപോയി. ഞാൻ പറയുന്നു, ആ മാല അദ്ദേഹം മുഹയ്യദ്ദീൻ മാല എന്ന പേരിൽ പറഞ്ഞ മാലയാണ്. ആ മുഹയ്യദ്ദീൻ മാലയും സഹോദരന്മാരെ നമ്മൾ ഓടുന്ന അല്ലാഹുവിനും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാനും ചെയ്തതേതാമ്പാർ എന്ന് പറഞ്ഞ മുഹയ്യദ്ദീൻ മാലയിൽ ഇയാൾ ചൊല്ലിയ ഒരു വരിയില്ല. എന്താ വരി? ഉവാദയില്ലാതെ പേര് പറഞ്ഞോരെ ഒക്കെ കഴുത്തി മുറിഞ്ഞീര എന്നോവർ മുറിയുമ്പോൾ ഹോജാ റസൂലുള്ളാഹി മകനെ മകാമീത് വേണ്ടെന്നുരത്തോവാ. എന്താ രീതി എന്നറിയോ? ഓവർ പറഞ്ഞാൽ അത് മുഹയ്യദ്ദീൻ മാലയാകുന്ന പറഞ്ഞത്. പക്ഷെ അത് മുഹയ്യദ്ദീൻ മാലയാവില്ല, അത് സലഫി മാലയാവുള്ളൂ. സുന്നികൾ അംഗീകരിക്കുന്ന മാല മുഹയ്യദ്ദീൻ മാലയിൽ അതില്ല. സഹോദരന്മാരെ, അത് പിന്നെ ആരൊക്കെയോ മുഹയ്യദ്ദീൻ ശൈഖിന്റെ മേലിൽ രചിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമ്പോൾ റിജാലുൽ ഗൈബ് യോഗം കൂടുന്നു. ഈ റിജാലുൽ ഗൈബ് ഇല്ല. ഞാൻ നിർത്തുന്നു. റിജാലുൽ ഗൈബിനെ കുറിച്ച് പറഞ്ഞ പുസ്തകം ഖസസുൽ ഔലിയയാണ്. അത് ഇവിടെ രചിച്ചിട്ടുള്ളത് KVM പന്താവൂരാണ്. കണ്ടോ, ഖസസുൽ ഔലിയ. KVM പന്താവൂർ കള്ളത്തരീഖത്തിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദഗതികൾ സുന്നികൾക്ക് ബാധകമല്ല എന്നുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.